ഇന്ന് പുറത്തു വന്ന IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെയൊന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സിറാജ് ബുംറ ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. ട്രേഡ് വിൻഡോ BCCI ഓപ്പൺ ആക്കി. ഇനി മാർച്ച് 22 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. വേറെ ടീമിലേക്ക് ആർക്ക് വേണമെങ്കിലും മാറാൻ സാധിക്കും. ഇപ്പോഴിതാ സിറാജും ബുംറയും തമ്മിൽ ട്രേഡ് നടന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സിറാജിനെ RCB വിട്ടുകൊടുത്ത് ബുംറയെ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന് സിറാജിനെ ആവശ്യമാണ്. മുംബൈ സിറാജിനെ ട്രേഡ് ചെയ്യാൻ രംഗത്ത് വന്നു. എന്നാൽ ഈ സമയം RCB ആവശ്യപ്പെട്ടത് ബുംറയാണ്. ഈ ഒരു ട്രേഡ് നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കൂ. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയും മുംബൈ മാനേജ്മെന്റും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. രോഹിത്തിനോട് ചോദിക്കാതെ പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി. പാണ്ഡ്യ ക്യാപ്റ്റൻസി ചോദിച്ചു വാങ്ങുകയായിരുന്നു. ക്യാപ്റ്റൻസി തന്നില്ലെങ്കിൽ മുംബൈ ടീമിലേക്ക് വരില്ലെന്ന് പാണ്ഡ്യ ഡിമാൻഡ് പറഞ്ഞു. ഒടുവിൽ മുംബൈ മാനേജ്മെന്റിന് അത് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടാൻ ഒരുങ്ങുകയാണ്. രോഹിത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയായിട്ട് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് RCB ടീമാണ്. രോഹിത്തും കോഹ്ലിയും ഒന്നിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ IPL-ലെ ഏറ്റവും മികച്ച ടീം RCB ആയിരിക്കും. രോഹിത്തും കോഹ്ലിയും RCB-യിലുണ്ടെങ്കിൽ പിന്നെ RCB-യെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. രോഹിത് ശർമ്മ RCB-യിലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് CSK-യുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ധോണിയുടെ അവസാന IPL ആണ്. CSK ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. അവരിപ്പോൾ നോക്കുന്നത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ്, അതും ഒരു ഇന്ത്യൻ താരം. നിലവിലിപ്പോൾ 2 ചോയ്സാണ് CSK-ക്കുള്ളത്. ഒന്ന് ഋഷഭ് പന്ത്, രണ്ടാമത്തേത് സഞ്ജു സാംസൺ. ഈ 2 താരങ്ങളിൽ ഒരാളെ CSK ക്യാപ്റ്റനാക്കുമെന്നാണ് റിപ്പോർട്ട്. CSK ഇപ്പോൾ തന്നെ ട്രേഡിങ്ങിന് വേണ്ടി രംഗത്തുണ്ട്. പന്ത് അല്ലെങ്കിൽ സഞ്ജു, ഇവരിൽ ഒരാളെ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി. ഒന്നെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ 2025-ലെ IPL-ലായിരിക്കും ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ധോണിക്ക് ശേഷം CSK-യുടെ പിൻഗാമിയായിട്ട് സഞ്ജു അല്ലെങ്കിൽ ഋഷഭ് പന്ത് വന്നേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.